ഹലോ ഗൈസ്, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്നെൻ്റെ മോളുടെ സ്കൂളിലൊരു പരിപാടി കേട്ടോ. അപ്പോൾ അവളെന്നോട് പറഞ്ഞ അമ്മ സുന്ദരിയായിട്ട് വരണമെന്ന്. എന്ത് ചെയ്യാനാ, സൗന്ദര്യം ഉണ്ടെങ്കിലല്ലേ മോളെ സുന്ദരി ആവുള്ളൂ എന്ന് അവളോട് പറയാൻ പറ്റുമോ? അമ്മ അങ്ങനെ വന്നേക്കാന്ന് ഉറപ്പും കൊടുത്താണ് കുഞ്ഞിനെ വിട്ടത് കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ അങ്ങനെ ഒരുങ്ങാനുള്ള വലിയ പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. നേരത്തേക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങ് കുറഞ്ഞു. പിന്നെ ഇപ്പോൾ ഹൗസ് വൈഫ് ആണല്ലോ, പിന്നെ ഈ മേക്കപ്പ് കിറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് എന്താണ് യൂസ് എന്നോർത്ത് അതൊന്നും ഞാനൊട്ട് മേടിക്കാറുമില്ല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ വെച്ചിട്ട് ഞാൻ ഒരുങ്ങുന്നത്. ആദ്യം ഒരു സൺസ്ക്രീം ഇട്ട് കൊടുത്തു, പിന്നെ ഒരു പൗഡർ ഇട്ട് കൊടുത്തു. മുഖത്തേക്ക് നമ്മളിത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഐലൈനർ എടുത്തു. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ണിൻ്റെ താഴെ എഴുതാനായിട്ട് കൺവെൻഷൻ നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഐലൈനർ കൊണ്ട് തന്നെ അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്തു. പിന്നെ മോളുടെ എവിടെയോ കിടന്നൊരു പൊട്ട് കിട്ടി. ഡ്രസ്സിന് മാച്ചായിട്ട് കുത്തിയത് എന്ന് പറഞ്ഞ് കുത്തിയത്. പക്ഷേ ആ ഡ്രസ്സല്ല ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇട്ടത് റെഡ് ഡ്രസ്സ് ആയതുകൊണ്ട് റെഡ് കളർ പൊട്ട് കുത്തി വെച്ചു. പിന്നെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാനൊരു പൊട്ടത്തരം ചെയ്ത് വെച്ച കേസ്. അതിൻ്റെ താഴെ ഒരു കറുത്ത കുത്തും കൂടെ ഇട്ട് വെച്ചു. അപ്പോൾ ആ കറുത്ത കുത്തിടുമ്പോൾ ഏത് ഡ്രസ്സിന് മാച്ചാവും എന്നുള്ള എൻ്റെ ഒരു ബോധേ എന്ത് ചെയ്യാനാ, ഇപ്പം ഇതൊക്കെ മതിയല്ലേ. അങ്ങനെ അതും കൂടി ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നോട് എപ്പോഴും പറയും ലിപ്സ്റ്റിക്ക് ഇടുന്നെന്ന്. പക്ഷേ ഞാൻ കുറേ നാളുകളായി ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ മോളുടെ ഒരു പഴയ മേക്കപ്പ് ബോക്സ് ഇവിടെ കിടപ്പുണ്ടായിരുന്നേ. അതിൽ നിന്ന് ഏതൊക്കെയോ കളർ മിക്സ് ചെയ്ത് എനിക്ക് ചേരുന്ന ഷെയ്ഡ് ഏതാണെന്നോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ലിപ് ബാം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഏതൊക്കെയോ കളർ എടുത്ത് കൈ കൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബ്രഷൊന്നുമില്ല കേട്ടോ, ടൂത്ത് ബ്രഷ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാനങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ശരിയായിട്ടുണ്ടല്ലേ. ചെറിയൊരു കളർ ഷെയ്ഡേ കാണുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര റെഡിഷ് കളറൊന്നും ഇടുന്ന ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏകദേശം ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇനി കുളി കഴിഞ്ഞ് മുടി കെട്ടി വെച്ചതാണ്. മുടി നല്ല നനഞ്ഞിരിക്കുകയായിരിക്കും. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുടിയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിയും കേട്ടോ. ചീപ്പെടുത്തിട്ടില്ല, പോയെടുത്തിട്ട് വരാം. വെയിറ്റ് ചെയ്യൂ ഗൈസ്. അതിനു മുമ്പ് നമ്മുടെ മുടി ഉണങ്ങിയോ എന്നൊന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. മേൽഭാഗമൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, പക്ഷേ അടിഭാഗമൊന്നും ഒട്ടും തന്നെ ഉണങ്ങിയിട്ടില്ല. രണ്ട് പപ്പും പൊടിയും പോലെയൊക്കെ കിടപ്പുണ്ടല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. സുന്ദരിയായി. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് നമ്മുടെ മുടിയും കൂടെ ഒന്ന് കെട്ടി വയ്ക്കാം കേട്ടോ. മുടി നല്ലപോലെ കൊഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ സൈഡ് വഴിയൊക്കെ മുടി പോയതിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ മുടി കൊണ്ട് തന്നെ മറച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ രണ്ട് മുടി ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് തൂങ്ങി കിടക്കുന്ന കമ്മലാട്ടോ ഞാൻ ഇടുന്നത്. കമ്മൽ മാത്രം ഞാൻ ഒത്തിരി മേടിക്കും ഗൈസ്. ഞാൻ കമ്മൽ ഭ്രാന്തിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു.